പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. നെടുങ്കണ്ടം കോടതിയുടേതാണ് ഉത്തരവ്. വണ്ടൻമേട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോടതി ഇടപെടൽ. സുബിൻ തോമസ് ചേർന്ന വിവരങ്ങളുമായി. സുബിൻ, ഇത് വിവിധയിടങ്ങളിലാണ് ഈ കേസുകളുള്ളത്. അപ്പോൾ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത് ഇപ്പോൾ ഏത് കേസിലാണ്, ഏത് സ്റ്റേഷനിലെ കേസിലാണ്? വണ്ടൻമേട് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലാണ് നിലവിലിപ്പോൾ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി അനന്തു കൃഷ്ണനെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയത്. നിലവിലിപ്പോൾ കേസ് പൂർണ്ണമായും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലായതുകൊണ്ട് തന്നെയാണ് വണ്ടൻമേട് സ്റ്റേഷനിലെ കേസും കോടതി ക്രൈംബ്രാഞ്ച് തന്നെ വിട്ടു നൽകിയിട്ടുള്ളത്. സമാനമായി, അതായത് പകുതി വില നൽകിയാൽ ബൈക്ക് ഉൾപ്പെടെയുള്ള സ്കൂട്ടർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇത്തരത്തിൽ പണം തട്ടിയെന്നുള്ള സമാനമായ കേസ് തന്നെയാണ് ഈ വണ്ടൻമേട് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഈ അനന്തു കൃഷ്ണന് ഈ നെടുങ്കണ്ടം കേന്ദ്രീകരിച്ച് 2 സ്വകാര്യ ബാങ്കുകളിൽ അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ന് ഈ കട്ടപ്പനയിൽ ചില പരിശോധനകൾ നടത്തേണ്ടതായി ഉണ്ടെന്നും സൂചന ലഭിക്കുന്നുണ്ട്. ഈ കട്ടപ്പനയിലെ പരിശോധനയ്ക്ക് ശേഷം നാളെ വീണ്ടും അനന്തു കൃഷ്ണനെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു നെടുങ്കണ്ടം കോടതി വണ്ടൻമേട് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ നെടുങ്കണ്ടം കോടതി അനന്തു കൃഷ്ണനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലേക്ക് തന്നെ തിരിച്ച് വിട്ടിരിക്കുകയാണ്. ഓക്കെ, ശരി സുബിൻ.